ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമുക്ക് തന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഫിലിപ്പിയർ ലേഖനം നമ്മൾ പഠിച്ചു തുടങ്ങി. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്നും രണ്ടും വാക്യങ്ങളോടെ നമ്മൾ പഠിച്ചായിരുന്നു. പൗലോസും തീമത്യോസും റോമയിലെ കാരാഗൃഹത്തിൽ വെച്ച് ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനമാണ് ഇത്. പൗലോസ് എഴുതുന്നു, തീമത്യോസ് കൂടെ ഉണ്ടായിരുന്നു. ഒരു ഫിലിപ്പിയർ സഭ ആരംഭിച്ചതിന് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് നമ്മൾ പഠിച്ചു. പല പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് എഴുതുന്നത് നമ്മൾ പഠിച്ചു. മെയിൻലി അതൊരു താങ്ക്സ് ഗിവിംഗ് ലെറ്റർ ആണ്. അതുപോലെ തന്നെ സഭ പല കാര്യങ്ങളിൽ ആദ്യം മുതൽ തന്നെ പൗലോസിനെ കൂടെയുള്ളവരെയും സഹായിച്ചിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ പല ഭാഗങ്ങളിലൂടെ അത് പഠിച്ചു. അതുപോലെ തന്നെ ആ സഭയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതും കൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾക്ക് വേണ്ടിയല്ല എഴുതുന്നത്, അല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നത് അതിനുള്ള എഴുതൽ. നമ്മൾ കൊരിന്ത്യർ ലേഖനവും ഗലാത്യ ലേഖനവും ഒക്കെ കാണുമ്പോൾ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് വേണ്ടി എഴുതുന്ന ഒരു ലെറ്റർ ആയിരുന്നു ഇത്. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ 1ഉം 2ഉം വാക്യങ്ങൾ കഴിഞ്ഞു. ഇന്ന് 3ഉം 4ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ചെയ്യുന്നത്. നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥന. പൗലോസ് എപ്പോഴും പ്രാർത്ഥനയുള്ളല്ലേ. തടവറയിലായിരിക്കുകയാണ്, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ ആ അവസ്ഥയിലായിരുന്നിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. ഫിലിപ്പിയർക്ക് വേണ്ടി അല്ല, മാത്രമല്ല എല്ലാ സഭകൾക്കും വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പൗലോസ് എത്രയെത്ര 3 മിഷണറികൾ യാത്രകൾ നടത്തി, പല സഭകൾ സന്ദർശിച്ചു, അല്ല പല സഭകൾ സ്ഥാപിച്ചു, വീണ്ടും വീണ്ടും പോയ സഭകളിൽ പോയി. അല്ലാതെ പൗലോസിന്റെ അടുക്കൽ വന്നവരുണ്ട്, പൗലോസ് പോയ സ്ഥലങ്ങളിലൊക്കെ അനേകരുണ്ട്. എങ്കിൽ എല്ലാവരെയും പൗലോസ് ഓർക്കുന്നു എന്നതാണ് പൗലോസിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലേ. നമ്മൾ എല്ലാവരെയും ഓർക്കുമെന്ന് പറഞ്ഞാലും ആ പേരെടുത്ത് ഓർക്കും പൗലോസ്. കാരണം നമ്മൾ റോമാ ലേഖനത്തിൽ കാണുന്നുണ്ട്, അവസാനം ഒരു 30 അതിലധികം പേരുടെ പേര് പൗലോസ് നമുക്ക് പോലും പറയാൻ പാടുള്ള പേരുകൾ പറഞ്ഞ് അവരെ ഓർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയും എല്ലാ സഭകളിലെയും പൗലോസ് എല്ലാവരെയും ഓർക്കുന്നു പറഞ്ഞാൽ പേരായി എല്ലാവരെയും ഓർക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുടുംബത്തിലുള്ളവരെ മൊത്തത്തിൽ അങ്ങ് പ്രാർത്ഥിക്കുമല്ലേ, പേര് പറഞ്ഞ്. നമുക്ക് ചിലപ്പോൾ അതിനുള്ള സമയം കാണത്തില്ലല്ലേ. പക്ഷെ പൗലോസ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസിനെ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ പൗലോസിന്റെ പ്രാർത്ഥന സന്തോഷത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. എവിടെ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്? തടവറയിൽ വെച്ചാ പ്രാർത്ഥിക്കുന്നല്ലേ. പക്ഷെ ആ പ്രാർത്ഥന സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടി വലിയൊരു എൻകറേജ്മെന്റും കൂടാ കൊടുക്കുന്നത്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച് ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, അല്ലേ. ദൈവത്തിന് സ്തോത്രം പറയുകയും ചെയ്യുന്ന ഇവിടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എന്ന് പറയുന്നുണ്ട്. പക്ഷെ മലയാളം ട്രാൻസ്ലേഷനിൽ ഒരു പദം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അതുണ്ട്. 1:3 അവിടെ തുടങ്ങുന്നതിന് ഐ താങ്ക് മൈ ഗോഡ് ഇൻ ഓൾ മൈ റിമംബറൻസ്. അപ്പൊ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് ഇംഗ്ലീഷിൽ തുടങ്ങുന്നത്. POC ബൈബിളിൽ നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് കഴിയും. ഞാൻ അത് മാത്രം ഒന്ന് വായിക്കാം. ഞാൻ നിങ്ങളെ ഓർമ്മിക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. പൗലോസ് ഫിലിപ്പിയരോട് എല്ലാ കാര്യത്തിലും നന്ദിയുള്ളവനാണ്. നോക്കാം, പൗലോസിനെ പല സമയങ്ങളിൽ സഹായിച്ചതാണ്. പക്ഷേ തനിക്ക് ഈ സഹായങ്ങളെല്ലാം ചെയ്ത
ഫിലിപ്പിയരോട് നന്ദി പറയുന്നതിനേക്കാൾ അധികമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഫിലിപ്പിയരെ സഹായിച്ച, ഫിലിപ്പിയർക്ക് മനസ്സ് തോന്നിപ്പിച്ച ദൈവത്തിനോടാണ് പൗലോസ് നന്ദി പറയുന്നത്. ആദ്യമായിട്ട് നന്ദി ആരോടാ? ദൈവത്തിനോട്. അപ്പം നന്ദി, നമ്മളെല്ലാവരോടും നന്ദി പറയും, നമ്മളെ സഹായിച്ചവരെ എല്ലാവരോടും നന്ദി പറയും. പക്ഷെ നാം നമ്മെ സഹായിച്ചവരിൽ അധികമായി ദൈവത്തോട് നന്ദി, എല്ലാവരോടും നന്ദി ഉണ്ടായിരിക്കണം, സഹായിച്ചവരിൽ അധികമായി ദൈവത്തോട് നന്ദി ഉള്ളവരായിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ നമുക്ക് സഹായമായി എത്തിയത് ചിലപ്പോൾ ഒരു വാക്കാകാം, ചിലപ്പോൾ ഒരു പ്രാർത്ഥനയാകാം, ചിലപ്പോൾ ഒരു ഫോൺ കോൾ ആകാം, ചിലപ്പോൾ ധനസഹായമാകാം. എന്താണെങ്കിലും ഒരു കൂട്ടാകാം. എന്തിനാണെങ്കിലും ആരെങ്കിലും നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് ചെയ്യുന്നത്. ദൈവം അത് അവരെയും കൊണ്ട് തോന്നിപ്പിച്ചതാണ്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് രണ്ട് തവണ ഞാൻ വായിച്ചൊരു കുറച്ച് വാക്യങ്ങളായിരുന്നു. മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനം 8:1 2 പറയുന്നുണ്ട്. ഞാൻ അതൊന്ന് വായിച്ചു വിടാം, കാരണം ഈ സാഹചര്യത്തിൽ അത് വായിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും ദൈവത്തോട് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് കടപ്പാടുള്ളവരായിരിക്കണം. നാം നമ്മെ സഹായിച്ചവരോട് നാം നന്ദിയുള്ളവരാണ്. അതിലുപരിയായി ആ സഹായം ചെയ്യുവാൻ അവരെ പ്രേരിപ്പിച്ച, അവരുടെ ഹൃദയത്തിൽ തോന്നിച്ച ദൈവത്തോടാണ് നമ്മൾ ആദ്യം നന്ദി പറയുന്നത്. വായിക്കാം. 2 കൊരിന്ത്യർ 8:1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. കഷ്ടതയെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അപ്പൊ അവർക്ക് ലഭിച്ച ദൈവകൃപയാലാണ്. അവരെ കഷ്ടതയെന്ന കഠിന ശോധനയിലായിരിക്കുന്നു, മഹാദാരിദ്ര്യത്തിലായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സഹായിക്കുന്നത് വലിയ സാമ്പത്തികമായ ഭദ്രതയിലിരിക്കുന്ന ഒരു സഭയൊന്നും അല്ല സഹായിക്കുന്നത്. വളരെ ഞെരുക്കത്തിലും കഷ്ടങ്ങളിലും കൂടെ കടന്നു പോകുന്ന ഒരു സഭയാണ് പൗലോസിനെ സഹായിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ദൈവകൃപയാണ് അവരെ അത് സഹായിക്കാൻ കാരണമായി തീർന്നത്. അതുകൊണ്ട് പൗലോസിനറിയാം ഈ ഫിലിപ്പിയ സഭ, നമ്മുടെ മക്കതോന്യ സഭകളിൽ ഒരു സഭ, ഫിലിപ്പിയ, ബരോവ, തെസ്സലോനിക്ക, ഇതാണ് മക്കതോന്യ സഭകൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. അപ്പൊ അവരുടെ കഷ്ടതകളിലൂടെ കടന്നു പോയിട്ടും അവരെ കഷ്ടതയുടെ നടുവിലും ആ കഷ്ടതയിൽ ഇരിക്കുന്നവരെ, ആവശ്യത്തിൽ ഇരിക്കുന്നവരെ സഹായിപ്പാൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് അവർക്ക് അത് മനസ്സ് തോന്നി. 4-ാമത്തെ വാക്യത്തിൽ നോക്കി, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും അവർക്കതിന് കഴിവില്ലായിരുന്നു, എങ്കിലും അവർക്ക് പ്രാപ്തി ഉള്ളതിനേക്കാളും അധികമായി പൗലോസിനെ സഹായിച്ചു. പൗലോസിനെ മാത്രമല്ല, യെരുശലേമിലെ സഭയ്ക്കുമൊക്കെ സഹായം ചെയ്തതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. 5-ാമത്തെ വാക്യം, അത് ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷത്തിനൊത്തോണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു തന്നു. തങ്ങളെ തന്നെ കർത്താവിന് കൊടുക്കുന്നവർ നമ്മളെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. എല്ലാ അവയവങ്ങളും തമ്മിൽ കരുതുകയും സഹായിക്കുകയും, ആ ഒരു ഞാൻ പറഞ്ഞ വാക്കാകട്ടെ, ഒരു ഫോൺ കോൾ ആകട്ടെ, ഒരു സാമീപ്യമാകട്ടെ, അത് ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കത് സഹായകരമാകും. ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ ചില വാക്കുകൾ പറയുന്നത്, ആശ്വസിപ്പിക്കുന്നത് അവർക്ക് ഭയങ്കര മനസ്സിന് ഒരു ധൈര്യമായിരിക്കും. നമ്മൾ പോലും അറിയാതെ ആയിരിക്കും ചിലപ്പം പറയുന്നത്. അത് ദൈവം നമ്മളെയും കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അപ്പൊ ഇവിടെയും പൗലോസ് അവർക്ക് നന്ദി പറയുന്നുണ്ട്. അതിലുപരിയായി അവരെ സഹായിപ്പാൻ മനസ്സ് തോന്നിച്ച ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഒരു വാക്യം കൂടെ പറഞ്ഞു പോകാം. 2 കൊരിന്ത്യർ 8:16 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. സുവിശേഷ കാര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ചെയ്യണമെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവമാണ് തോന്നിപ്പിക്കുന്നത്. തീത്തോസ് ധനശേഖര കാര്യത്തിൽ മുൻകൈ എടുക്കി അതിനുവേണ്ടി പുറപ്പെടുകയും ചെയ്തു. പക്ഷെ ആ കാര്യത്തില്
തീത്തോസിന്റെ ഹൃദയത്തിൽ ദൈവമാണ് ആ ജാഗ്രത നൽകിയത് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം ആം, ആവശ്യത്തിൽ ഇരിക്കുന്നവരെ സഹായിക്കുന്നതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും കൂട്ടായ്മ കാണിക്കുന്നതും ദൈവത്തിന്റെ കൃപയാലാണ്. നാം സഹായം ചെയ്യുന്നവരോട് നന്ദിയുള്ളവരായിരിക്കണം, പക്ഷെ അതിലുപരിയായി സഹായം ചെയ്യിപ്പാൻ കൃപ കൊടുത്ത ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം പറയണം. നമുക്ക് ഇവിടെ പൗലോസ് ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ഫിലിപ്പിയർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. പൗലോസിന് ഇപ്പോൾ ഒരു സഹായവും ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥയാ അല്ലെ? ഫിലിപ്പിയർക്ക് വേണ്ടി ഒരു സഹായവും ചെയ്യും, കാരണം താന് തടവിലായിരിക്കുകയാണ്. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ് സമയമെടുക്കണം. തൻ്റെ കഷ്ടതകളിൽ താൻ ദുഃഖിച്ചിരിക്കുകയല്ല ചെയ്തത്, അതിനുവേണ്ടി പരാതി പറയുകയല്ല ചെയ്തത്. നമുക്കറിയാം, പൗലോസും ഒരു കുറ്റവും ചെയ്യാതെയാണ് തടവിലായത് അല്ലേ? പൗലോസിന്റെ മേൽ ഒരു കുറ്റവും ആർക്കും ചുമത്താനില്ലായിരുന്നു. പൗലോസ് തടവിലായ വിധിക്ക് കാത്തിരിക്കുന്ന പൗലോസ് കൈസരെ അഭയം ചൊല്ലിയത് കൊണ്ട് മാത്രമാണ്. അല്ലെന്നുണ്ടെങ്കിൽ പിടിപ്പിക്കപ്പെടേണ്ട സമയം കഴിഞ്ഞായിരുന്നു. പക്ഷെ അങ്ങനെയിരിക്കുന്ന തൻ്റേതല്ലാത്ത കുറ്റത്താൽ അല്ലേ, തൻ്റേതല്ലാത്ത പ്രവൃത്തികളാൽ ഇങ്ങനെ തടവറയിലായിരുന്നപ്പം അതിൽ പരിതപിക്കാതെ, അതിൽ ദുഃഖിക്കാതെ, മറ്റുള്ളവരെ കുറ്റം പറയാതെ ആ ചങ്ങലകൾക്ക് നന്ദി പറയുകയും മറ്റുള്ളവരോടും നന്ദി പറയുന്ന പൗലോസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കും മറ്റുള്ളവരോട് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്ന ഒരു ചെലവുമില്ലാത്ത കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത് അല്ലേ? കഴിയത്തില്ലേ? നമുക്കും ചെയ്യുവാൻ കഴിയത്തില്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെലവില്ലെന്ന് പറയാനൊക്കത്തില്ല, സമയം വേണം. നമ്മളുടെ സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയും. സമയം വിലയേറിയതാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലേ? നമ്മൾ എല്ലാത്തിനും വേണ്ടി സമയം മാറ്റിവെക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കുന്നവരാണ്. നമുക്ക് മറ്റുള്ളവരെ വേറൊരു കാര്യത്തിലും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മളെ വചനം പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി, സുവിശേഷ ഘോഷണത്തിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. നമ്മളത് ചെയ്യണം, അത് തീർച്ചയായും ചെയ്തിരിക്കണം. നമുക്ക് ആർക്കും നമ്മൾ വീട്ടിലിരുന്നാൽ മതിയല്ലോ, വേറെ എങ്ങും പോകണ്ട. നമ്മുടെ സമയത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തടവറയിൽ ഇരിക്കുന്ന ആൾക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ തടവിലൊന്നും ഇല്ലാതെ സ്വാതന്ത്ര്യമായിട്ടിരിക്കുന്ന രണ്ട് കൈയും കാലും ഒക്കെ ഇഷ്ടം പോലെ ചലിക്കാനും ഇഷ്ടം പോലെ നടക്കാനും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും ഒക്കെ സ്വാതന്ത്ര്യവും ഒക്കെയുള്ള നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കണം അല്ലേ? ഒരു പടയാളിയുടെ കയ്യെ തൻ്റെ കയ്യോട് ചേർത്ത് വിലങ്ങിലിട്ടിരിക്കുക. നേരെ ഒന്ന് കിടക്കാനൊക്കുവോ, നേരെ ഒന്ന് ഇരിക്കാനൊക്കുവോ അല്ലേ? അങ്ങനെയുള്ള അവസരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പൗലോസ് സമയം ചെലവാക്കിയെങ്കിൽ നമ്മൾ അത്രമാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി പൗലോസിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിച്ചു. ഇത് നിരന്തരമായ പ്രാർത്ഥനയാ അല്ലേ? നമ്മൾ ആ ഓരോ വാക്യങ്ങളും നോക്കാം. നിരന്തരമായി പ്രാർത്ഥിക്കുക, അത് എപ്പോഴും പ്രാർത്ഥിക്കുക. തൻ്റെ ഊണിലും ഉറക്കത്തിലും എല്ലാം പൗലോസ് പ്രാർത്ഥിക്കുക. അത് ഉറക്ക പ്രാർത്ഥിച്ചെന്നല്ല, അത് മനസ്സിലാ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ചിലപ്പം ഈ പടയാളികളൊക്കെ ഉള്ളപ്പം പൗലോസിനെ പ്രാർത്ഥിക്കാനൊക്കത്തില്ല. നമ്മൾ കാണുന്നുണ്ട്, കൈസരുടെ 4-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്കിൽ കൈസറിന്റെ അരമനയിലുള്ളവരൊക്കെയും പൗലോസ് ഫിലിപ്പിനെ വന്ദനം ചെയ്യുന്ന പറയുന്നുണ്ട്. കുറെ കാലമൊക്കെ കഴിഞ്ഞ ഇവരൊക്കെ ദൈവത്തെ അറിയാൻ തുടങ്ങിയത്. ഓരോ ഷിഫ്റ്റിലും 4 ഷിഫ്റ്റുകൾ 6 വീതമുള്ള ഈ ജയിലേഴ്സിന് 6 മണിക്കൂർ വീതമുള്ള ഷിഫ്റ്റുകളായാലും പടയാളികൾക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോ 24 മണിക്കൂറിലും 4 പേർ പൗലോസിന്റെ കയ്യാൽ ഇങ്ങനെ ബന്ധനത്തിൽ അല്ലേ, പൗലോസ് അങ്ങനെ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പൗലോസ് തടവിൽ കിടക്കുകയാണെങ്കിലും പൗലോസിന്റെ വലിയ സന്തോഷമുണ്ട്, കാരണം 4 പേരോട് സുവിശേഷം പറയാം അല്ലേ? ഓരോ ഷിഫ്റ്റിൽ വരുന്നവരോട് പൗലോസിന് സുവിശേഷം പറയാം. പക്ഷെ ആദ്യമൊക്കെ വരുന്നവര്, പൗലോസിനെ അറിയാത്തവര്, സുവിശേഷം അറിയാത്തവര് എതിർപ്പായിരിക്കും. അപ്പൊ ഉറക്കെ ഒന്ന് മിണ്ടുവാൻ പോലും വയ്യാത്ത അവസ്ഥ. പക്ഷെ പിന്നെയൊക്കെ വരുന്നവർക്ക് സുവിശേഷം അനുസരിച്ചൊക്കെ പൗലോസിനെ ശുശ്രൂഷിക്കാൻ വരുന്നത് പോലും സന്തോഷമായിരിക്കും അല്ലേ? പക്ഷെ ആദ്യമൊക്കെ ഭയങ്കര പ്രതികൂലങ്ങളിലായിരിക്കും പൗലോസ് കടന്നു പോയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ
എല്ലാ സഭകൾക്കും വേണ്ടി. കാരണം കൊരിന്ത്യ ലേഖനത്തിൽ 2 ലേഖനത്തിൽ 11 പറയുന്നുണ്ട്, ഇത്രയേറെ കഷ്ടതകളെ കുറിച്ചെല്ലാം നീണ്ട ഒരു നിര പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്, ഇതുവസേരി എനിക്ക് സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുണ്ട്. ആ ചിന്താഭാരം തന്നെ പ്രാർത്ഥനയാണ്. അത് ആ പ്രാർത്ഥനയിലാണ് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, ഹൃദയത്തെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, ഒരമ്മ കുഞ്ഞുങ്ങളെ കരുതുന്ന പോലെയുള്ള പ്രാർത്ഥന. അങ്ങനെയാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. ഇനി നമുക്ക് പോവാം. ഇത് നിരന്തരമായ പ്രാർത്ഥന, എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പം തനിക്ക് സഹായം ലഭിച്ച സമയത്ത് മാത്രമല്ല, എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്നത്, അല്ലേ? നമ്മളൊക്കെ സഹായം ആരെങ്കിലും തരികയോ നമ്മൾ എന്തെങ്കിലും ആകട്ടെ, അപ്പൊ അന്നേരം പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയല്ലേ? പക്ഷെ അങ്ങനെയല്ല, നിരന്തരമായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, സകല പ്രാർത്ഥനയാലും. തിമത്യോസിന്റെ ലേഖനത്തിൽ പറഞ്ഞ പ്രാർത്ഥന, യാചന, സ്തോത്രം, അല്ലേ? പക്ഷപാതം, ഇങ്ങനെയൊക്കെ പല പ്രാർത്ഥനകളുണ്ട്. അത് ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയും, കിടന്നുകൊണ്ടാകും, നിന്നുകൊണ്ടാകും, കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. സകല പ്രയർ അപ്പോൺ പ്രയർ, അല്ലേ? സകല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് തോന്നുന്നത്, സകല പ്രാർത്ഥനയാൽ എപ്പോഴും പ്രാർത്ഥിച്ച്, പ്രാർത്ഥന എന്ന യാഗം അർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഇതുപോലെ അവർക്കു വേണ്ടി അവരിൽ ഒരാളായി പ്രാർത്ഥിക്കുന്ന. കാരണം നമ്മൾ അവരുടെ ഷൂസിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അവർക്കു വേണ്ടി എനിക്കെന്ന പോലെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പൗലോസിന്റെ പ്രാർത്ഥന. ഇനി ഇവിടെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. അന്നത്തെ പല സഭകളും പൗലോസിന് സങ്കടം വരുത്തുന്ന സഭകളായിരുന്നു, അല്ലേ? കൊരിന്ത്യ സഭയും ഗലാത്യ സഭയും ഒക്കെ. അവരെക്കുറിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരോട് സന്തോഷത്തോട് പ്രാർത്ഥിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ പൗലോസ് ഇവർക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വാക്യം ഇതാണ് നമുക്ക് കാണാനായിട്ട്. സന്തോഷം എന്ന് നമുക്കറിയാം, ഫിലിപ്പി ലേഖനത്തിൽ ഒരു താക്കോൽ വാക്യമാണ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ആ റിജോയ്സ് എന്ന് പറയുന്നത് ആ അവരോട് കൂടെ ഇരിക്കുമ്പോഴുള്ള സന്തോഷം പോലെ തന്നെ അവരിൽ നിന്ന് ദൂരെ മാറിയിരിക്കുന്ന അവസ്ഥയിലും പൗലോസ് അവർക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? അപ്പം സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. ആ ഒന്നാം നാൾ മുതൽ, സുവിശേഷ ഘോഷണം താൻ ആരംഭിച്ച നാൾ മുതൽ പൗലോസ് അപ്പോസ്തലനെയും കൂട്ടരെയും അവര് സഹായിച്ചതായിട്ടാണ് കാണുന്നത്. നമുക്കറിയാം, ഫിലിപ്പിയിൽ സഭ തുടങ്ങിയ സമയം മുതൽ അവിടെ പൗലോസിന് തടവൊക്കെ ഉണ്ടായല്ലേ? അങ്ങനെയുള്ള അനുഭവത്തിലും പുതിയ ക്രിസ്ത്യാനികൾ, പുതിയ വിശ്വാസികൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് കണ്ട് അവർ പൗലോസിന്റെ തടവോ അല്ലെന്നുണ്ടെങ്കിൽ സുവിശേഷത്തിനെതിരെയുള്ള പ്രതികൂലങ്ങളോ കണ്ട് അവരെന്തോ ചെയ്യുന്നത്, അവര് പിന്മാറി നിൽക്കുകയല്ല ചെയ്തത്, പൗലോസിനെ കൂടെ കൈക്കൊണ്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വായിക്കാം, അപ്പോസ്തലപ്രവൃത്തി 16:15. ലുദിയയുടെ കാര്യം. അവിടെ അവളും കുടുംബവും സ്നാനം ഏറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തത എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീനെന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു. വീട്ടിൽ ചെന്ന് പാർപ്പാനും കൂടെ വീട് തുറന്നു കൊടുക്കുന്ന ഫിലിപ്പിയ സഭ. അത് കഴിഞ്ഞ് നമ്മൾ കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിലും അത് തന്നെ കാണുന്നുണ്ട്, അവരെ കൂടെ പാർപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പം കഷ്ടതകളിലും പ്രയാസങ്ങളുടെയും തങ്ങളുടെ ജീവൻ പോകും എന്ന അവസ്ഥയിൽ പോലും പൗലോസിനെയും കൂട്ടുകാരെയും കൂടെ കൈക്കൊണ്ട ഫിലിപ്പിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി വിചാരിക്കുന്നു, പൗലോസിനു വേണ്ടി വിചാരപ്പെടുന്ന ഒരു സഭ. ഫിലിപ്പിയർ 4:10 വാക്യം വായിക്കാം. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പ് തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നെങ്കിൽ അവസരം കിട്ടിയില്ല. പൗലോസിന് ധനസഹായം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് തെസ്സലോനിക്കയിൽ വെച്ചും എല്ലാം പൗലോസിന് സഹായം ചെയ്തു. കാരണം പൗലോസിനെ കുറിച്ച് അവർക്കൊരു വിചാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അവരെക്കുറിച്ചും വിചാരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അവര് വേണ്ടി ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അവിടേക്ക് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ആണെങ്കിലും പൗലോസ് ഇപ്പം ഈ ലെറ്റർ കൊടുത്തു വിടുന്ന ആരുടെ കയ്യിലാ? എപ്പഫ്രായിത്തോസിന്റെ കയ്യിലല്ലേ? പൗലോസ് തടവറയിലായി എന്ന് അറിഞ്ഞ ഫിലിപ്പിയിലെ വിശ്വാസികൾ പൗലോസിന്റെ ശുശ്രൂഷയ്ക്കും അതുപോലെ തന്നെ ധനസഹായവുമായി എപ്പഫ്രാദിത്തോസിനെ പൗലോസിന്റെ അടുത്തേക്ക് അയക്കുകയും അവിടെ എപ്പഫ്രാദിത്തോസ് പൗലോസിനെ ശുശ്രൂഷ ചെയ്യുന്ന കണ്ട, അല്ലേ? അപ്പൊ ഇപ്പോഴും പൗലോസിനു വേണ്ടി വളരെ വിചാരിക്കുന്ന ഒരു സഭ.
പൗലോസ് ആരുടെയും കയ്യിൽ നിന്ന് ധനസഹായം ആഗ്രഹിച്ചിട്ടില്ല ഒരിക്കലും. കാരണം താൻ പലപ്പോഴും തനിക്ക് എന്താ പറയുക, താൻ പോയ സ്ഥലങ്ങളിലെല്ലാം കൂടാരപ്പണി ചെയ്തുകൊണ്ടാണ് സുവിശേഷം അറിയിച്ചത്. സൗജന്യമായാണ് സുവിശേഷം. കാരണം കൊരിന്ത്യയിലൊക്കെ വന്നപ്പോൾ എതിർപ്പുകൾ ഉണ്ടായി. ആരുടെയും ധനം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ ആരെയും ഭാരപ്പെടുത്തിയിട്ടില്ല, നിങ്ങളുടെ ഇടയിൽ ഞാൻ ക്രമപ്പെട്ട് നടന്നിട്ടില്ല, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരാതവണ്ണം സൂക്ഷിച്ചു, നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ആഹാരം ഞാൻ അനുഭവിച്ചിട്ടില്ല, നിങ്ങൾ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞാൻ രാപ്പകൽ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ അധ്വാനിച്ചെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പം കൂടാരപ്പണി ചെയ്ത് പൗലോസ് സുവിശേഷ ഘോഷണം തനിക്കും കൂടെയുള്ളവർക്കും വേണ്ടി ചെലവിടുമ്പോൾ, ഇവിടെ പൗലോസ് തനിക്ക് തടവിലായതുകൊണ്ട് തനിക്ക് അങ്ങനെ കൂടാരപ്പണി ചെയ്യുവാനൊക്കാത്തതുകൊണ്ട് ആ പൗലോസിന്റെ അവസ്ഥ അറിഞ്ഞ് എപ്പഫ്രായിത്തോസിന്റെ കയ്യിൽ ധനസഹായവും അതുപോലെ തന്നെ പൗലോസിനെ ശുശ്രൂഷിക്കാനായിട്ട് എപ്പഫ്രായിത്തോസിനെയും ഫിലിപ്പിയ സഭ അയച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള അവസരത്തിലാണ് പൗലോസ് അവരെ ഓർത്ത് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പൗലോസിന്റെ അവസ്ഥ നോക്കിയാൽ സന്തോഷത്തോടെ പ്രാർത്ഥിപ്പാൻ ഒരു കാരണവുമില്ലാതിരിക്കുന്ന അവസ്ഥയല്ലേ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് സങ്കടപ്പെടാൻ കാരണങ്ങൾ അന്വേഷിക്കുന്ന നമ്മളല്ലേ. പക്ഷെ പൗലോസ് സന്തോഷിപ്പാൻ ഒരു കാരണമില്ലെങ്കിലും അവസരം കണ്ടെത്തി, കാരണം കണ്ടെത്തി സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസ് എപ്പോഴും സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ ഞാൻ പിന്നെയും പറയുന്നു അല്ലെ, പിന്നെയും പിന്നെയും പറയുക. അപ്പം താൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്ന നമ്മൾ പലപ്പോഴും കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് ദൈവമക്കളുടെ ജീവിതത്തെ ഒന്നി ബെറ്റർ ആക്കും അല്ലെങ്കിൽ ബിറ്റർ ആക്കും അല്ലേ. പക്ഷെ എന്താ വേണ്ടത്? ബിറ്റർ ആണോ ബെറ്റർ ആണോ നല്ലത്? നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക. അത് നമ്മൾ ബിറ്റർ ആകാൻ വേണ്ടിയില്ല ദൈവം നമ്മെ കഷ്ടതയിലൂടെ കടത്തിവിടുന്ന, നാം ബെറ്റർ ആകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ ബിറ്ററിന് കഷ്ടത ചിലപ്പോൾ നമുക്ക് കയ്പിന്റെ അനുഭവമായിരിക്കും തരുന്നത്. നാം എല്ലാത്തിനെയും ദുഷിച്ചു പറയുന്ന അവസ്ഥയായിരിക്കും വരുന്നത്. പക്ഷെ ആ അവസ്ഥയിൽ സന്തോഷിപ്പാൻ കഴിയുമോ? അതാണ് ആ ഒരു വലിയ ഒരു ആത്മാവിന്റെ ഫലമെന്ന് പറയുന്നത്. ദൈവത്തോട് ഞാൻ വരുന്നുണ്ട്, പറയാൻ വരുന്നുണ്ട്, ആ ദൈവത്തോട് കൂടെ വസിക്കുന്നവർക്ക് കിട്ടുന്ന ഒരനുഭവമാണ് അതെന്ന് പറയുന്നത്. അപ്പം പൗലോസും ആ സന്തോഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. കഷ്ടതയിലായിരുന്നപ്പോൾ, തൻ്റെ ബന്ധനങ്ങളിലായിരുന്നപ്പോൾ, തനിക്കൊന്ന് ശരിക്കും ശ്വാസം വിടാൻ പോലും കഴിയാതിരുന്ന ഒരവസ്ഥയിൽ അവർക്ക് വേണ്ടി സന്തോഷത്തോടെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പൗലോസിനെയാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും അത് നമ്മൾ ഈ ദൈവവചനമൊക്കെ പഠിച്ച് കുറേ അങ്ങ് പഠിച്ച് തല വീർപ്പിക്കുന്ന അല്ലാതെ, കൊരിന്ത്യരെ പോലെ ഇങ്ങനെ ചീർത്തു വരുന്ന അല്ലാതെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും പാഠമാകണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ കരഞ്ഞിരിക്കാനല്ല, സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. കാരണം കണ്ടെത്തി, കർത്താവെ ഇത് എൻ്റെ ഞാൻ കടന്നു പോകുന്ന കഷ്ടതകൾ അത് ദൈവം ദൈവം അനുവദിക്കാതെ നമ്മുടെ തലയിൽ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത് സത്യം തന്നെയാണ്. അത് സത്യം തന്നെയാണ്. 100% അല്ല, 200% അത് ശരി തന്നെയാണ്. അതാണ് ദൈവം. കാരണം ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത ദൈവമാണ്. ചില കഷ്ടങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം നമ്മെ കണ്ടില്ലയോ എന്ന്. ഇല്ല, ദൈവം നമ്മെ കാണുന്നുണ്ട്. ചിലപ്പോൾ അനുവദിച്ചതാ. അത് നമ്മൾ തൻ്റെ പുത്രനോട് അനുരൂപമായി തീരുവാൻ വേണ്ടിയിട്ട്, ആ ഒരു അനുഭവത്തിലേക്ക് നാം ആയിത്തീരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മൾ കഷ്ടത അനുഭവിക്കുന്നത്. അപ്പം കഷ്ടങ്ങളിൽ നാം ബെറ്റർ ആകിയല്ല ചെയ്യുന്ന, കഷ്ടങ്ങളിൽ നാം സന്തോഷിക്കണം, ബെറ്റർ ആവണം. ഇവിടെ ക്രിസ്തുവിനെ പീഡിപ്പിക്കാൻ പുറപ്പെട്ടവൻ അല്ലേ, കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ വലിയൊരു സന്തോഷം തന്നിൽ വന്നു. ആ സന്തോഷം ആർക്കും കെടുത്തിക്കെടുവാനൊക്കത്തില്ല. ഒരു സാഹചര്യങ്ങൾക്കും പൗലോസിന്റെ സന്തോഷം കെടുത്തിക്കളവാനൊക്കത്തില്ല. നമ്മൾ കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ എത്ര കഷ്ടങ്ങളിലൂടെ കടന്നുപോയതല്ലേ. ഭയങ്കര
ഭയങ്കരമായ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി, അനവധി പ്രാവശ്യം തടവിലായി, പലപ്പോഴും പ്രാണഭയത്തിലായി, അടി കൊണ്ടു, കല്ലേറ് കൊണ്ടു, കപ്പൽ ചേതത്തിൽ അകപ്പെട്ടു, പട്ടിണി, അധ്വാനം, ക്ഷീണം, ഉറക്കിളപ്പ്, എന്താ പൈതാഹം, ഇങ്ങനെ കള്ളന്മാരുള്ള ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, സ്വജാതിക്കാരുള്ള ആപത്ത്, ഇങ്ങനെ എല്ലാ തരത്തിലും കടന്നു പോയിട്ടും ആ ആ തൻ്റെ കഷ്ടതകളൊന്നും പൗലോസിന്റെ സന്തോഷത്തെ കെടുത്തി കളയുവാനായിട്ട് കഴിഞ്ഞതേയില്ല. കൊലോസ്യ ലേഖനം 1:24 പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. ഇതൊക്കെ കാണാതെ പഠിക്കണം. ഞാൻ കൊലോസ്യർ 1:24, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്. എന്തിലാ സന്തോഷിക്കുന്നത്? കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങൾ ഓർക്കുമ്പോൾ എവിടെയാ കുറവ്? ഓരോ ദിവസവും കഷ്ടങ്ങൾ പെരുകിക്കൊണ്ടേയിരുന്ന അവസ്ഥയിൽ കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കുന്ന പൗലോസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം ആ സന്തോഷം, ഇത് അവരിൽ നിന്നും സഹായം ലഭിക്കുന്നതിന്റെ സന്തോഷമല്ല, എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. കഷ്ടതയിലും തടവറയിലെ അനുഭവത്തിലായിരുന്നിട്ടും ആ സന്തോഷം, ഈ സന്തോഷം ആത്മാവിന്റെ ഫലമായ സന്തോഷമാണ്. ആത്മാവിനാലുള്ള രക്ഷയുടെയും ക്രിസ്തുവേശുവിനോടുള്ള നിരന്തരമായ റിലേഷൻഷിപ്പിലൂടെയും ലഭിക്കുന്ന സന്തോഷമാണ് ഇത്. നമുക്കറിയാം, കർത്താവിൽ വസിക്കുന്നവർക്ക് കിട്ടുന്ന സന്തോഷമാണ്. സന്തോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തെ നാം ഒന്ന് ശോധന ചെയ്യേണ്ടതാണ്. കൊരിന്ത്യരോട് പറഞ്ഞതുപോലെ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. ആ ഒരു സന്തോഷം, ക്രിസ്തുവിനോടുള്ള സന്തോഷം, ക്രിസ്തുവിൽ വസിക്കുന്നതുമുള്ള സന്തോഷം, അത് ഹൃദയത്തിന്റെ അകത്തു നിന്ന് വരുന്ന സന്തോഷമാണ്, അല്ലേ? നമ്മുടെ സാഹചര്യങ്ങൾക്ക് അതീതമായി, നമ്മളുടെ ആ പ്രതികൂലങ്ങൾക്ക് അതീതമായി ആ ദൈവത്തിൽ നിന്നുള്ള സന്തോഷം അനുഭവിപ്പാൻ കഴിയണം. നമ്മുടെ ബുദ്ധിക്കും സാഹചര്യങ്ങൾക്കും ചിലപ്പോൾ എതിരായി സന്തോഷമൊക്കെ, അല്ലേ? ആ ദൈവിക സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളപ്പോൾ നമ്മുടെ കഷ്ടങ്ങളിലും നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും. അപ്പം ഈ സന്തോഷത്തെ കെടുത്തുവാൻ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ആ സാഹചര്യങ്ങളെ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. നമ്മുടെ സാഹചര്യങ്ങൾ ഈ സന്തോഷത്തെ കടത്തിക്കളുവാൻ നാം അനുവദിച്ചു കൊടുക്കരുത്. കാരണം അത് നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുത്താൽ നാം തീരാ ദുഃഖത്തിലേക്കാ പോകുന്നത്. അതിൽ നിന്നൊന്ന് വീണ്ടും തിരിച്ചു വരുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനാ നമുക്ക് ദൈവത്തിന്റെ വചനം തന്നേക്കുന്നത്. കാരണം നാം ഒന്ന് സങ്കടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് പല പരിശോധനകൾ, പരീക്ഷകൾ, കഷ്ടതകൾ ജീവിതത്തിൽ വരാം. നാം തളർന്നു പോകാൻ 100% ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മെ കാണുന്ന, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ അനുവദിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മോട് കൂടെ ഇരിപ്പുണ്ട്. ആ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. ഓരോ കഷ്ടങ്ങളിലും ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങളെക്കുറിച്ച് പരാതി പറയുന്നതിന് അതീതമായി ആ ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾപ്പാൻ നമുക്ക് മനസ്സുണ്ടാകുമോ? നമ്മൾ ലോകത്തിന്റെ ശബ്ദങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. ആ ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുത്ത് ആ ശബ്ദം കേട്ട് കർത്താവിൽ ഉറയ്ക്കണം. ആ ദൈവത്തിന്റെ സാമീപ്യമെന്ന് അനുഭവിക്കണം. പഴയ കാലത്തെ വിശുദ്ധന്മാരൊക്കെയും പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഇന്നൊരു ദിവസത്തിൽ ഒരു കഷ്ടത വന്നില്ല എങ്കിൽ പറയുന്നത്, അയ്യോ ഇന്നെന്നെ ദൈവം മറന്നുപോയോ എന്ന്. കഷ്ടതയിൽ ദൈവത്തിന്റെ സാമീപ്യം കൂടുതൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നത്. അപ്പോൾ ആ കഷ്ടതയിൽ പഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ അധികമായി ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരിക്കാൻ നമുക്കൊന്ന് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ആ സന്തോഷത്തെ കെടുത്തിക്കളവാൻ ആർക്കും കഴിയുകയില്ല. നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളുവാൻ ശത്രുവായ പിശാചി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എഫെസ്യ ലേഖനം 6-ാം അധ്യായം അവസാന ഭാഗങ്ങളിലൊക്കെ പഠിച്ചതാ, അല്ലേ?
എത്രത്തോളം നാം ക്രിസ്തുവിങ്കിലേക്ക് അടുത്തു വരുമോ അത്രത്തോളം നമ്മിൽ നിന്ന് അകറ്റുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളെ ഒരുക്കുന്നൊരു കള്ളനായ പിശാച്. ആ പിശാച് നമ്മുടെ ഏത് സമയത്തും നമുക്ക് പ്രതികൂലങ്ങൾ വരുത്തി നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയാൻ ശ്രമിക്കുക. പക്ഷെ അതിലൊന്നും നിൽക്കാതെ എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനല്ലേ, ഇവിടെ പറയുന്നത് പോലെ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചാൽ അവസാനത്തോളം തികയ്ക്കുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നല്ല പ്രവൃത്തി ആരംഭിച്ചത് കർത്താവാണെങ്കിൽ ഒരു ശക്തിക്കോ ഒരു പിശാചിനോ അല്ലെ നമ്മളുടെ ഒരു സാഹചര്യങ്ങൾക്കോ മറ്റു മനുഷ്യർക്കോ നമ്മുടെ സാഹചര്യത്തെ കെടുത്തിക്കളവാനായിട്ട് സാധ്യമല്ല. ഒന്ന് 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അവിടെ ത്രോവാസിൽ പോയപ്പോൾ തൻ്റെ കൂടെയുള്ള സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായെങ്കിൽ അവിടെ പറയുന്നുണ്ട്, അവിടെ കർത്താവിന്റെ പ്രവൃത്തികൾക്കായി തനിക്കൊരു വലിയ വാതിൽ തുറന്നു കിട്ടിയിരിക്കുക. അപ്പം പൗലോസ് കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാ, അല്ലേ? അത് ഏത് വിധേനയും ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന, ദൈവത്തിലേക്ക് അനേകരെ അടുപ്പിക്കണം എന്നുള്ള ആവശ്യത്തിലിരിക്കുന്ന ഒരാൾ, ആ ഒരു ആഗ്രഹത്തിലിരിക്കുന്ന ഒരാളാ. അങ്ങനെയാകുന്ന സാഹചര്യത്തിലെ പൗലോസിന് ഏതാ വലുത്? അവിടെ പറയുന്നുണ്ട്, എനിക്ക് കർത്താവിൻ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാല് കർത്താവിന്റെ വാക്യം ഏതാന്ന് ഓർക്കുന്നില്ല. കർത്താവിന്റെ പ്രവൃത്തികൾക്കായി അവസാന വാക്യങ്ങളില എടുക്കണ്ട, കുഴപ്പമില്ല. കർത്താവിന്റെ പ്രവൃത്തികൾക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയിരിക്കെ എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കതോനിക്ക് പോയി. വന്നിടത്ത സ്ഥലത്തേക്ക് തിരിച്ചു പോവുക. മക്കതോനിയിൽ നിന്നാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുക. എന്തിനാ? എനിക്കവിടെ വാതിലുണ്ട്, പക്ഷെ ഞാൻ അവിടെ നിന്ന് നമ്മൾ കൊരിന്ത്യലേഖനം പഠിച്ചപ്പം പറഞ്ഞതായിരുന്നു, ത്രോവാസിൽ പൗലോസും തീത്തോസുമായി മീറ്റ് ചെയ്യുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ വന്നപ്പം തീത്തോസിനെ കണ്ടില്ല. പൗലോസ് തൻ്റെ പ്രവൃത്തികൾ അവിടെ മാറ്റി വെച്ചിട്ട് തീത്തോസിനെ അന്വേഷിച്ചു പോകാം വിഷമവുമായിട്ട്. അപ്പൊ അന്നേരം പൗലോസിനെ എതിർത്തവരൊക്കെ പറയുമായിരിക്കും പൗലോസ് പരാജയപ്പെട്ടെന്ന്. അവിടെ പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും ജയോത്സവമായി. അവിടെ പൗലോസിന്റെ പ്രവൃത്തികൾ, കർത്താവിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ നടന്നില്ല. തീത്തോസിനെ കണ്ടില്ല. അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പൗലോസിനെ അല്ല കണ്ടത്. സന്തോഷിക്കാൻ ഒരു കാരണവുമില്ല. അവിടെ പറയാം, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. നശിച്ചു പോകുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ ഞങ്ങൾ ക്രിസ്തുവിന് സൗരഭ്യവാസനയാകുന്നു. ഫിലിപ്പിയ ലേഖനത്തിലും കാരാഗ്രഹത്തിലും റോമയുടെ കാരാഗ്രഹത്തിൽ കിടന്ന് ഇതും ഇതാ കാണും നമ്മള്. നശിച്ചു പോകുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. പൗലോസ് കൂടെയുള്ളവർക്ക് ഈ ക്രിസ്തുവിന്റെ തന്റെ കഷ്ടതയാ, സൗരഭ്യത്തിന്റെ വാസനയല്ല അവിടെ വരേണ്ടത്, ദുഃഖത്തിന്റെ വാസനയാ വരേണ്ടത്, പ്രതികാരത്തിന്റെ വാസനയാ വരേണ്ടത്. പക്ഷെ അവിടെ സൗരഭ്യവാസന പരത്തിക്കൊണ്ടിരിക്കുക. കൂടെ വരുന്ന തന്നെ നോക്കാൻ വരുന്ന പടയാളികളെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം അവരിലേക്ക് എന്താ പറയുക പകർത്തിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഫിലിപ്പിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ള സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് ഇങ്ങനെ നമ്മുടെ തടവിലായിരുന്നാലും കയ്യിൽ ബന്ധനങ്ങളായിരുന്നാലും നമുക്ക് സൗരഭ്യവാസന ആകുവാനായിട്ട് കഴിയും. പൗലോസിന്റെ ഓരോ ഓരോ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഓരോ പ്രാർത്ഥനകളിലും ഓരോ വാക്യങ്ങളിലും ലേഖനത്തിലെ ഓരോ വാക്യങ്ങളും നമുക്ക് വായിക്കുവാൻ കഴിയുന്ന ഇതാ. തന്റെ സാഹചര്യങ്ങൾ ഇതിനെല്ലാം അതീതമാ. പക്ഷെ ആ സാഹചര്യങ്ങൾക്ക് അതീതമായി സന്തോഷിക്കുന്നു, അല്ലേ? ഈ സന്തോഷം ദൈവീകമാണ്, ഇത് സ്വർഗീയമാണ്. നമ്മുടെ സാഹചര്യങ്ങൾക്കോ മറ്റു ഏതിനോ അതിനെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. പക്ഷെ നാം അനുവദിക്കരുത്. നാം അനുവദിച്ചാൽ അത് തകർത്ത് കളയാൻ കഴിയും. നാം കർത്താവിൽ ബലപ്പെടുക, ദൈവവചനത്തിൽ ബലപ്പെടുക, ശക്തിപ്പെടുക, മുമ്പോട്ട് പോവുക. പൗലോസും അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രമാ ദൈവത്തിന്റെ സാന്നിധ്യം, അവർക്ക് എഴുതപ്പെട്ട വചനമില്ലായിരുന്നു, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാനും ആ സ്നേഹത്തിൽ നിലനിൽപ്പാനും കഴിഞ്ഞതുകൊണ്ട് തനിക്ക് പിന്നെയും കർത്താവിന്റെ വേലകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുവാൻ കഴിഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ ചരിത്രമൊക്കെ വായിക്കുമ്പോഴൊക്കെ പറയുന്ന ഈ തടവിൽ നിന്ന് പൗലോസ് രക്ഷ പ്രാപിച്ചു. പിന്നെ താൻ തടവറയിൽ പിന്നെയാകുകയും മരണപ്പെടുകയും ചെയ്യുകയാണ് കണ്ണ് കാണുവാനായിട്ട് കഴിയും. അപ്പം പൗലോസ് ആ സന്തോഷത്തോടെ തൻ്റെ കഷ്ടങ്ങളിലൊക്കെയും സന്തോഷത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ
അവരും വരെ ഈ കാര്യങ്ങളിലൊക്കെ പൗലോസിനെ സഹായിക്കാൻ കഴിഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മള് എന്ന് പറഞ്ഞ നെഹമ്യാവിന്റെ പുസ്തകം 8:10 വെറുതെ ഒന്നും പറഞ്ഞു പോകുന്നില്ല. യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. ക്രിസ്തുവിലെ സന്തോഷമാണ് നമ്മുടെ ബലം. അതെന്ത്? ക്രിസ്തുവിൽ വസിക്കുന്നത് മൂലമുള്ള സന്തോഷം, ആത്മാവിന്റെ ഫലമായ സന്തോഷം. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, ആത്മാവിന്റെ ഫലമോ സന്തോഷം, സമാധാനം, അല്ലേ? ആ ഒരു സന്തോഷമാണ് ഇവിടെ പൗലോസ് അനുഭവിച്ചത്. തൻ്റെ കഷ്ടങ്ങൾക്ക് നടുവിലും തൻ്റെ പ്രതികൂലങ്ങൾക്ക് നടുവിലും ആ ആ സന്തോഷം അനുഭവിക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ. ഇനി നമുക്ക് അടുത്ത 4-ാമത്തെ വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. പൗലോസിന്റെ ഉറപ്പ. ഇവിടെ പറയാം നല്ല പ്രവൃത്തി. ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെ നല്ല പ്രവൃത്തിയാണ്. അത് എന്നും നല്ല പ്രവൃത്തി തന്നെയാണ്. പൗലോസ് അവരോട് പറയുക, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ആ നല്ല പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പം പൗലോസ്, അതിന്റെ അർത്ഥം പൗലോസിലും ഇപ്പം ദൈവം ഒരു നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? കാരാഗൃഹത്തിലായിരിക്കുന്ന ഒരു നല്ല പ്രവൃത്തിയും കൂടെ അല്ല ഇവിടെ പറയുക. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം നല്ല പ്രവൃത്തി ആരംഭിച്ച യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് പറയുന്നു. നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ വായിക്കുന്നില്ല. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മൾ പഠിച്ചതാ. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. കാരണം നാം ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പൊ ആ ഒരു നല്ല പ്രവൃത്തി കർത്താവാ നമ്മൾ ആരംഭിച്ചത്. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ പൗലോസും കൂടെ ഉള്ളവരുമാ ഫിലിപ്പിയിൽ കർത്താവിന്റെ സുവിശേഷവുമായി ചെന്നതല്ലേ? വേണമെങ്കിൽ പൗലോസിന് പറയായിരുന്നു, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ച ഞാനെന്നാ, അല്ലേ? അല്ല, പൗലോസ് പറയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവാ യേശുക്രിസ്തു. ഈ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് എന്താ അത് നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്? ഇപ്പൊ അവരെ കൊണ്ട് സഹായം ചെയ്യിക്കുന്നതാണോ നല്ല പ്രവൃത്തി? ഇവിടെ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ആ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൻ പുതിയ സൃഷ്ടിയാകുന്നു. അതാണ് ദൈവത്തിന്റെ നല്ല പ്രവൃത്തി. അപ്പൊ ആ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് വർക്ക് ഓഫ് സാൽവേഷൻ, നമ്മുടെ രക്ഷയുടെ പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പം അവരിലുള്ള രക്ഷയുടെ പ്രവൃത്തിയെ ആരംഭിച്ചവൻ എന്ന് പറഞ്ഞാൽ അവരിൽ പൗലോസിലൂടെ അവിടെ പ്രവർത്തിച്ചു. ഇപ്പം പ്രസന്റ് ടെൻസിൽ പറഞ്ഞ പൗലോസ് പോയി അവിടെ സുവിശേഷം പറഞ്ഞു. പക്ഷെ അന്നല്ല പ്രവൃത്തി ആരംഭിച്ചത്. എഫേസ്യ ലേഖനം പഠിച്ച നമുക്ക് നല്ലോണം അറിയാം. 1-ാം അധ്യായം എങ്ങനെയാ പറയുന്നേ? ലോകസ്ഥാപനത്തിന് മുമ്പേ, അല്ലേ? ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പേ നമ്മിൽ പ്രവൃത്തി ദൈവം ആരംഭിച്ചു. നമ്മൾ അവിടെ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ നമ്മെ മുൻനിയമിച്ചു, നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ വിളിച്ചു, അല്ലേ? ഓരോ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം മുൻനിർണയവും നിയമനവും ഫോർനോളജും എല്ലാം എവിടാ? നമ്മെ വിളിക്കുന്നതിന് മുമ്പേ നമ്മെ നല്ല പ്രവൃത്തി ആരംഭിച്ചത് എപ്പോഴാ? ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മിൽ ഓരോരുത്തരിലും ദൈവം നല്ല പ്രവൃത്തി ആരംഭിച്ചു. അവരോട് പറഞ്ഞു നിങ്ങൾ നല്ല പ്രവൃത്തി. ഇപ്പം നമ്മളോടും പറയുകയാണ് കർത്താവ്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എന്തുവാ? അവസാനത്തോളം ആ പ്രവൃത്തി തികയ്ക്കുവാൻ ശക്തനാണ്. നമ്മളും പല കാര്യങ്ങളിലും പ്രതികൂലങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഉള്ളൊരു എൻകറേജ്മെന്റാ, നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പൊ അത് ആരംഭിച്ചവൻ ആരാ? ദൈവം. അത് അവസാനത്തോളം തികയ്ക്കാൻ ദൈവം ശക്തനാണ്. നമുക്ക് ആയിട്ടൊരു നല്ല പ്രവൃത്തിയും ചെയ്യുവാനായിട്ട് കഴിയല്ല. ഞാൻ പറഞ്ഞ നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ രക്ഷയുടെ പ്രവൃത്തി, അല്ലേ? എങ്ങനെയാ നമുക്ക് കഴിയാതിരിക്കുന്നത്? നമ്മൾ ആരായിരുന്നു?
മരിച്ചവരായിരുന്നല്ലേ? എഫേസ്യർ ലേഖനം 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർക്കൊന്നും ജീവനില്ലല്ലോ, പിന്നെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റത്തില്ല, നല്ല പ്രവൃത്തിയും ചെയ്യാനൊക്കത്തില്ല അല്ലേ? അപ്പൊ അങ്ങനെ ഇരുന്നവരിലാണ് ജീവൻ തന്ന്, മരിച്ചവരിൽ ജീവൻ തന്ന് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം നമ്മളിലൊന്നും നല്ല പ്രവൃത്തി നമുക്ക് കഴിയത്തില്ല. നമുക്ക് ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത ദൈവം നമ്മിൽ ഓരോരുത്തരിലും നല്ല പ്രവൃത്തി ചെയ്യണം. അപ്പൊ ഇവിടെ പറയുന്ന അതിനെ തികയ്ക്കും, വിൽ പെർഫെക്റ്റ്. ഓക്കെ, അവർക്ക് നല്ലൊരു പ്രത്യാശ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കഷ്ടതകളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു ജനം അല്ലെ? നോക്കുകയാണെങ്കിൽ അന്ന് ആദ്യത്തെ ദിവസം തന്നെ ആ ലുദിയ കുടുംബം ദൈവത്തിങ്കിലേക്ക് വന്നു. രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞിട്ടായിരിക്കും, നമുക്കറിയില്ല, ആ വെളിച്ചപ്പാടത്തിയായ പെൺകുട്ടി അവരോട് ആ സുവിശേഷം പറഞ്ഞത് മൂലം അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു അല്ലേ? അങ്ങനെ ഒരാരംഭിച്ച അത് കഴിഞ്ഞ് പല കഷ്ടങ്ങളിലൂടെയും, കാരണം അവരെ ക്രിസ്തുവിലേക്ക് നടത്തിയ പൗലോസും ശീലാസും കാരാഗൃഹത്തിലായി. കയ്യിൽ എണ്ണാവുന്ന വിശ്വാസികൾ മാത്രമുള്ള ഒരു സമയം അല്ലെ അന്നത്തെ കാലത്ത്. പൗലോസ് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആ കഷ്ടതകളെ, തുടക്കം മുതൽ കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു ജനം. പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, അത് വേറൊരു കാര്യം. അങ്ങനെ എല്ലാം കൂടെ കടന്നുപോയ ജനം. പൗലോസ് അരികെ ഇല്ലാതിരിക്കുമ്പോൾ 10 വർഷം അനുഭവിച്ച കഷ്ടതകൾ എന്തായിരിക്കും നമ്മൾ എഴുതി വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല അല്ലേ? അങ്ങനെയുടെ കഷ്ടതയിലിരിക്കുന്ന ജനത്തോട് പറയുകയാണ്, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ച ക്രിസ്തുവിന്റെ നാളോളം അതിനത്തേക്കും. അതുകൊണ്ടല്ലേ 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. നമ്മുടെ ആ ഒരു താഴ്ചയുള്ള ശരീരം ക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുന്ന ഒരു സമയമുണ്ട്. വലിയൊരു പ്രത്യാശ. ഇപ്പൊ നമ്മുടെ കഷ്ടങ്ങളൊക്കെ ഈ നൊടിനേരത്തേക്കുള്ള, പക്ഷെ ഈ കഷ്ടങ്ങളൊക്കെ വരുമ്പം ഈ തേജസ്കരണത്തെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ കഷ്ടതകളെല്ലാം മാറുവാനായിട്ട് കഴിയും അല്ലേ? അപ്പൊ നമ്മളെ ഇവിടെ ആരംഭിക്കുക എന്ന ആ പദം രക്ഷയുള്ള ബന്ധത്തിലാണ്. ഇത് നമ്മൾ ഒരു സ്ഥലത്തൂടെ കാണുവാൻ കഴിയുന്നത് ഗലാത്യർ 3:3 കാണാൻ കഴിയുന്നത്. അവിടെ പറയുന്നുണ്ട്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് സമാപിക്കുന്നത്. ഒരു ആരംഭം എന്ന് പറഞ്ഞാൽ രക്ഷയുടെ ആരംഭത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രക്ഷ എന്ന ദൈവത്തിന്റെ ദാനമാ, നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. നമുക്ക് രക്ഷ പ്രാപിപ്പാൻ ഒരിക്കലും കഴിയത്തില്ലാതിരുന്ന നമ്മെ അല്ലേ, തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി പാപമായി തീർന്നു, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവത്തിന്റെ വലിയ കൃപ, ആ രക്ഷയുടെ പ്രവൃത്തി കർത്താവ് അവിടെ ആ ഹൃദയത്തിൽ ചിന്തിച്ചു വന്നതൊക്കെയും തക്ക സമയത്ത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. ആ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെല്ലാം വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അല്ലെ? സ്വന്തം പുത്രന്റെ ജീവൻ പോലും വില കൊടുക്കാതെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അപ്പം ക്രിസ്തുവിലാലാണ് നമുക്ക് രക്ഷ ലഭിച്ചത്. ആ രക്ഷയുടെ ഉറവിടം ക്രിസ്തുവാണല്ലേ? ആ ദൈവമാണ് അതിന്റെ ഉറവിടം. അപ്പൊ ആ കൃപ ദൈവത്തിന്റെ കൃപയാണ്. നമ്മള് 2 കൊരിന്ത്യർ 8:9 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിനെ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ദൈവകൃപ ഓർക്കുന്നുവല്ലോ. ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ ഓർക്കുന്നുവല്ലോ അല്ലേ? അപ്പൊ ഇതിന്റെ എല്ലാം ഉറവിടം ദൈവമാ. റൂട്ടഡ് ബൈ ഗോഡ്, പ്ലാന്റഡ് ബൈ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് വാട്ടേർഡ് ബൈ ഹോളി സ്പിരിറ്റ്. ഒന്നുകൂടെ പറയാം, റൂട്ടഡ് ബൈ ഗോഡ്, പ്ലാന്റഡ് ബൈ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് വാട്ടേർഡ് ബൈ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ദൈവം അത് നിശ്ചയിച്ചു, പുത്രനെ ലോകത്തിലേക്ക് അയച്ചു അതിനുവേണ്ടി. ഇപ്പം പരിശുദ്ധാത്മാവിനാൽ ആ രക്ഷ ദൈവം കാത്തുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത് രക്ഷയുടെ ത്രികാലമുണ്ട്. നമ്മെ വിളിച്ചു, നമ്മെ ക്രിസ്തുവിങ്കലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴും നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നാം വിശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. വിശുദ്ധീകരണത്തിലൂടെ കടന്നുകൊണ്ട് പാതയിൽ
വിശുദ്ധീകരണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ആ ഫൈനൽ സാൽവേഷന് വേണ്ടി ഇതെല്ലാം നമ്മൾ ആ നമ്മൾ വാട്ടർ ചെയ്യുന്ന വെള്ളം ഒഴിക്കുന്ന എല്ലാം പരിശുദ്ധാത്മാവ അല്ലേ? പരിശുദ്ധാത്മാവിനെ നമ്മൾ തന്ന് രക്ഷയുടെ പ്രവൃത്തിയെ ദൈവം തികയ്ക്കുകയാണ്. രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞില്ല. രക്ഷിക്കപ്പെട്ടതൊരു പാസ്റ്റാ. നമ്മുടെ പ്രസന്റില നാം രണ്ടാമത്തെ രക്ഷയുടെ പണികളിലേക്ക് കടന്നു പോകുന്നത്. ഇനി ഒരു ഫൈനൽ സാൽവേഷൻ നമുക്കുണ്ട്, തേജസ്കരണം. അതുവരെയും നമ്മെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നു. അതിൻ്റെ ഉറവകളായി നാം വിശ്വസിക്കുന്ന എല്ലാവരുമായി തീർന്നു. കാരണം വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നാ പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾക്കെല്ലാവർക്കും ഒരു എന്തുണ്ട്? ഉത്തരവാദിത്വമുണ്ട്. പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. നമ്മളിൽ വെറുതെ അല്ല പരിശുദ്ധാത്മ നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നമ്മൾ എഫെസ്യർ പഠിച്ചു, നമ്മൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അല്ലേ? ആ പാപത്തിലൂടെ പോയതല്ലേ, പാപത്തിനെതിരെ പ്രവർത്തിച്ച് നമ്മെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ നമ്മളൊരു പ്രവൃത്തി ചെയ്തു. എന്നിട്ട് നമ്മൾ പ്രവർത്തിച്ചതിന് ശേഷം നമ്മിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ ഉറവയുടെ പല ശാഖകളാണ്, കയ്യൊഴുക്കുകളാണ്, കയ്യരുവികളായി നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ദൈവത്തിന്റെ നാമമഹത്വത്തിനാണ്. ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് ഒരു നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പം രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം നല്ല പ്രവൃത്തിയാണ്. അപ്പം പ്രവൃത്തി ആരംഭിച്ചത് ദൈവമാണ്. ക്രിസ്തുവിനെ അതിനുവേണ്ടി അയച്ചു. അതിന് പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് അയച്ചിട്ട് ആ രക്ഷയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലേ? പ്രവൃത്തി ആരംഭിച്ച ദൈവമാണെങ്കിൽ അത് പൂർത്തീകരിക്കുന്നവനും ദൈവമാണ്. ദൈവം ചെയ്ത ഒരു പ്രവൃത്തി വഴിയിലിട്ടിട്ട് പോയിട്ടില്ല, പൂർണ്ണമാക്കാതെയോ പോയിട്ടില്ല അല്ലേ? അതാണ് ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. മനുഷ്യൻ ഏതെങ്കിലും പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്ലാനെ തുടങ്ങും, കുറച്ച് കഴിയുമ്പം പ്ലാൻ ബി ആകും, സി ആകും, പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? പല പ്ലാനുകളാകും. പക്ഷേ നമ്മൾ ദോശയ്ക്ക് ഇഡലിക്ക് മാവുണ്ടാക്കിയിട്ട് ഇച്ചിരി ഒന്ന് കൂടിപ്പോയാൽ ദോശ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും അല്ലേ? അതല്ല, ദൈവം ഒരു പ്ലാൻ ഉണ്ടാക്കിയെങ്കിൽ ആ പ്ലാൻ തന്നെ നടക്കത്തുള്ളൂ. അതിന് വേറൊരു കൈവഴിയോ അവിടെ ഒന്നുമില്ല. ദൈവത്തിന്റെ തനതായ സ്വഭാവമാണ്. മനുഷ്യൻ തീരുമാനിക്കും, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റം വരും. പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നവനാ, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്തവനാ. യാക്കോബിന്റെ ലേഖനത്തിൽ അത് പറയുന്നത്, നിഴലുകൾക്കനുസരിച്ച് മാറുന്നതല്ല ദൈവമെന്ന് പറയുന്നത്. അപ്പം പൗലോസ് പറയുകയാണ്, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് പറയുന്നു. വലിയൊരു പ്രത്യാശ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആരംഭിച്ചവൻ ദൈവമാണെങ്കിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് വിശ്വസ്തൻ, അവൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം സൂക്ഷിക്കും അല്ലേ? മനുഷ്യരാരും വിശ്വസ്തരല്ല, കർത്താവാണ് വിശ്വസ്തൻ. കർത്താവാണ് നമ്മെ സൂക്ഷിക്കുന്നവൻ. അപ്പം നമ്മെ കർത്താവിന്റെ ആ ഒരു പ്രവൃത്തി ആരംഭിച്ചു. എന്താ നമ്മുടെ ഈ കഷ്ടതകളെല്ലാം നമ്മൾ കടന്നു പോകുന്നത്? നമ്മെ ക്രിസ്തുവിനെ അനുരൂപമാക്കാനാ അല്ലേ? നമ്മെ മുൻനിയമിച്ചു, തിരഞ്ഞെടുത്തു, വിളിച്ചു, വേർതിരിച്ചു. പക്ഷെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുമ്പോൾ നാം ക്രിസ്തുവിന് അനുരൂപമായി തീരണം. അതുകൊണ്ടല്ലേ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അവൻ മുന്നറിഞ്ഞു നമ്മെ ഫോർന്യൂയായി നമ്മളെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പൊ ഈ നല്ല പ്രവൃത്തിയൊക്കെ നമ്മൾ ആരംഭിച്ചാൽ ആ പ്രവൃത്തി ഇപ്പോഴും നമ്മളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മളുടെ ഒരു പ്രവൃത്തി ഇതുവരെ പൂർത്തിയായിട്ടില്ല. അത് ക്രിസ്തുവിന്റെ നാളോളമേ പൂർത്തിയാകത്തുള്ളൂ. ദൈവം ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പണിപ്പുരയിലാണ് നാം എല്ലാവരും. ദൈവം ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നു. നമ്മ അറിയാതെ പോലും, നമ്മൾ അറിയുന്നില്ല പണിതുകൊണ്ടിരിക്കുന്നല്ലേ. നമ്മൾ വിചാരിക്കും നമ്മുടെ കഷ്ടതകളൊക്കെ നമ്മളെ നശിപ്പിക്കാനല്ല. ദൈവം നമ്മൾ പണിതുകൊണ്ടേയിരിക്കുക. ദൈവം നമ്മൾ ആരംഭിച്ച പ്രവൃത്തി കർത്താവ് ഇപ്പോഴും പണിതുകൊണ്ടേയിരിക്കുക. അത് ക്രിസ്തുവിന്റെ നാളിലാണ് അത് തികയ്ക്കുന്നത്. ഇനിയിപ്പം നമ്മൾ പണിതുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തി ചെയ്യും. പക്ഷെ നമ്മൾക്ക് വലിയ
അതിനകത്ത് വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല നമുക്ക്. നാം വിശ്വസ്തരായിരിക്കണം. നാം വിശ്വസ്തരായിരുന്നാൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത് പൂർത്തിയാക്കാൻ ഒക്കത്തുള്ളൂ. ചില സമയത്ത് നാം എതിര് നിന്നാൽ, നാം വിശ്വസ്തരായിരുന്നില്ലെങ്കിൽ, നമ്മൾ ആ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ പോയില്ല എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാ തടസ്സപ്പെടുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം നമ്മെ ബാലശിക്ഷയിലൂടെയും കടത്തിവിടും. അത് നാം മറക്കരുത്. ദൈവം നീതിമാനായ ദൈവമാണ്, പക്ഷെ ശിക്ഷ നടത്തുന്ന ഒരു ദൈവവും കൂടിയായല്ലേ. ദൈവം സ്നേഹവാനായ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ ഈ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറയുന്നതൊക്കെ നമ്മൾ വിട്ടുകളയുവാനാണ് ചാൻസ് അല്ലേ എപ്പോഴും. ഓക്കെ, അവിടെ പൗലൂസ് 2:13 പറയുന്നുണ്ട്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം അത്രേ നിങ്ങൾ തിരുവുള്ളമുള്ളതായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ തിരുവുള്ളം ഉണ്ടായിട്ട് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി അത് നിൽക്കുന്നില്ല. ദൈവത്തിന്റെ പ്രവൃത്തി പ്രോഗ്രസീവ് ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് പോകും. എവിടെ വരെ? നാം പുത്രന് അനുരൂപമായി തീരുന്നത് വരെ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തിരിക്കുമെന്നാ പറയുന്നത്. അപ്പം നാം വിൽ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നാം പെർഫെക്റ്റ് ആയി തീരുന്ന ക്രിസ്തുവിന്റെ നാളിലാണ് നാം പെർഫെക്റ്റ് ആയി തീരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട്, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്നത് വരെ. ഇവിടെ ക്രിസ്തുവിന്റെ നാളെന്ന് പറയുന്നത് നമ്മള് വചനത്തിൽ പല ഭാഗങ്ങളിലും വായിച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ യഹോവയുടെ നാളെന്ന് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ നാളെന്ന് പറയുന്നത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ക്രിസ്തുവിന്റെ നാളെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് 2-3 വാക്യങ്ങൾ വായിച്ചു പോകാം. യഹോവയുടെ ദിവസം എന്നുള്ളത് യഹോവയുടെ ക്രോധ ദിവസം എന്നൊക്കെ പറയുന്നത്. അപ്പം അത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് അത് പറയുന്നത്. വെള്ളസിംഹാസനത്തിലെ ആ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ്, ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് 1-2 വാക്യങ്ങൾ അതിനെക്കുറിച്ച് വായിച്ചു പോകാം. കാരണം നമ്മൾ ഈ പുതിയ നിയമത്തിൽ ഒത്തിരി ഭാഗങ്ങളിലെ ക്രിസ്തുവിന്റെ നാളെന്ന് കാണുന്നത് അത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് അല്ല. വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 13:9. യഹോവയുടെ ദിവസം ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ഇനി യോബേൽ പുസ്തകം 1:15. ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. അപ്പൊ യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് ന്യായവിധിയുടെ ദിവസം, വെള്ളസിംഹാസനത്തിന്റെ ആ ദിവസം, അന്ത്യന്യായവിധിയുടെ സമയം. ഇനി ക്രിസ്തുവിന്റെ നാളെന്ന് പല ഭാഗത്ത് പറഞ്ഞ് 1-2 വാക്യങ്ങൾ വായിച്ചു പോകാം. ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചും വെറുതെ ആയാലും നിന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 1:8 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറക്കും. അപ്പൊ ക്രിസ്തുവിന്റെ നാളും യഹോവയുടെ ദിവസവും, ഇപ്പൊ ക്രിസ്തുവിന്റെ നാളെന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സാൽവേഷൻ ആണ്. അപ്പൊ നമ്മുടെ ആ കർത്താവിനോട് കൂടെ നാം ചേരുന്ന അവസ്ഥയാണ്. 1 കൊരിന്ത്യർ 3:10 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു പോയാൽ അവിടെ ക്രിസ്തുവിന്റെ നാൾ എന്നത് നമ്മുടെ ഫൈനൽ സാൽവേഷനെയും പ്രതിഫലത്തെയും കിട്ടുന്നതിനെയും തേജസ്കരണത്തെയും കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. ഓക്കെ, 1 കൊരിന്ത്യർ 3:10. ശ്രദ്ധിച്ച് കേട്ടാൽ മതി. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പി അടിസ്ഥാനമിട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തർ നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി, ഓരോരുത്തരുടെയും പ്രവൃത്തി എങ്ങനെയാണ് എന്നാണ് പറഞ്ഞിരിക്കുക. ചിലവരുടെ പൊന്ന് പോലെ ആയിരിക്കും, ഒരു വെള്ളി പോലെ ആയിരിക്കും നശിച്ചു പോകാത്തത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, തീയോടെ വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഏത് ദിവസം? ക്രിസ്തുവിന്റെ ആ നാളില്. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നപദമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പം രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്.
പൗലോസിൻ്റെയൊക്കെ പ്രവൃത്തിയൊക്കെ പൊന്നും വെള്ളിയൊക്കെ അല്ലേ? അത് വലിയൊരു പ്രവൃത്തിയാണ്. അതൊക്കെ തീയിലൊന്നും വെന്തു പോകുന്ന പ്രവൃത്തിയല്ല. അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രവൃത്തി നമ്മൾ തന്നെ ശോധന ചെയ്യണം. ക്രിസ്തുവിൻ്റെ നാളിലാണ് അത് വെളിപ്പെടുന്നത്. ആം, ആ, ഇത് ക്രിസ്തുവിൻ്റെ നാളെന്ന് പറയുന്നത് നമ്മുടെ തേജസ്കരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫൈനൽ സാൽവേഷനെ കുറിച്ചാണ്. പക്ഷേ അത് തേജസ്കരണത്തിന് ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ 2 സ്റ്റെപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്നാമത്തെ സ്റ്റെപ്പ് ആ ഉൾപ്രാവണം, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അല്ലെ? ആ ഒരു ഫിലിപ്പി ലേഖനം 3:21 പറയാം, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും എന്നുള്ള ഒരവസ്ഥയുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് ഉൾപ്രാവണം, അത് നമ്മളിവിടെ കാണും. 1 തെസ്സലോനിക്കർ 4:16-17 നമ്മൾ വായിച്ചു, പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള. ഇവിടെ ആ ഉൾപ്രാവണത്തെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിനോട് കൂടെ വാനമേഘങ്ങൾ എടുക്കപ്പെടുന്ന ഒരവസ്ഥയെ കുറിച്ചിട്ട്. കർത്താവ് താൻ 1 തെസ്സലോനിക്കർ 4:16-17 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരൊക്കെ മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെ കർത്താവിനോട് കൂടെ ഇരിക്കുക. അപ്പൊ ഒരു വലിയൊരു പ്രത്യാശ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ക്രിസ്തുവിന്റെ നാളിൽ നിങ്ങൾ ആയിത്തീരും എന്നാണ് പറയുന്നത്. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ക്രിസ്തുവിനോടുകൂടെ ആ വാനമേഘങ്ങൾ എടുക്കപ്പെടും എന്നുള്ള ഒരു പ്രത്യാശ അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ജനത്തിനൊരു ജീവനുള്ള പ്രത്യാശ പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തൻ്റെ പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കഷ്ടങ്ങളിലൊക്കെയും താൻ സന്തോഷിക്കാൻ കഴിയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ അധികമായിട്ട് തനിക്ക് ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പൗലോസിന് അറിയാം. പൗലോസല്ലേ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലൊക്കെ പറയുന്നത് പോലെ ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾ ഉളവാൻ കാരണമായി തീർന്നു. ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു പറയാനൊക്കെ കാരണമെന്ന് പറഞ്ഞാലേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. ആ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും വരുമ്പം ഞങ്ങളുടെയുള്ള താഴ്ചയുള്ള ശരീരങ്ങളെല്ലാം അങ്ങ് മാറും. ഞങ്ങളിതെല്ലാം ഈ ഭൂമിയിൽ ഇട്ടേച്ച് പോകേണ്ടതാ അല്ലേ? അവരുടെ സമയത്ത് തന്നെ കർത്താവ് വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നവരാ. അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു വലിയ പ്രത്യാശ. ഈ ചങ്ങലകളിലൂടെ നടുവിൽ കടന്നു പോയാലും കഷ്ടങ്ങളിലൂടെ അടിയും കല്ലേറും ഒക്കെ കൊണ്ടിട്ടും ആ വേദനകൾക്ക് അധികമായി ക്രിസ്തുവിനോടുകൂടെ എപ്പോഴും. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുന്നത് ഏറ്റവും നല്ലത്, അത്യുത്തമമല്ലോ എന്നാ പറയുന്നത് അല്ലേ? ആ കർത്താവിനോട് കൂടെ ഇരിപ്പാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ജഡത്തിലായിരിക്കും, നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യമൊന്നും പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ അറിയുന്നില്ല. ഇത് രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നെന്ന് പൗലോസ് പറയുന്നു. നമുക്ക് പിന്നെ പഠിക്കാതൊക്കെ. ഓക്കെ, അപ്പം ആ പൗലോസ് തൻ്റെ ഈ കഷ്ടതയുടെ നടുവിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക. നിങ്ങളുടെ ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടവും സംഘങ്ങളും ഒക്കെ അത് ഇച്ചിരി നേരത്തേക്കേ ഉള്ളൂ. പക്ഷേ അതിന് വലിയതായിട്ട് നിങ്ങളൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചു നിങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ നാളിൽ അത് ആ കർത്താവ് അത് പെർഫെക്റ്റ് ആക്കി തീർക്കുമെന്ന് പറയാം. നമുക്കും അതൊരു എൻകറേജ്മെന്റ് ആയിട്ടിരിക്കട്ടെ. ആ പോളിന് ധൈര്യം, ഉണ്ടായിരുന്ന ആ ധൈര്യം, അതുപോലെ തന്നെ ഫിലിപ്പരിലേക്ക് പകർന്ന ആ ധൈര്യം പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളിലേക്കും പകരട്ടെ. നമ്മൾക്കും ആ പ്രത്യാശയുള്ളവരായിരിക്കണം. ഈ ലോകത്തിൽ 70-80 ജീവിച്ച് കാലം കഴിയാനല്ല ദൈവം നമ്മെ വിളിച്ചത്. അതിനു വേണ്ടിയിട്ടല്ല തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തത്. നാം അവന്റെ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപം ആകണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ടാണ് പുത്രനെ യാഗമാക്കി തീർത്തത്. അല്ല നമ്മളെ കണ്ടിട്ടൊന്നുമല്ല. നമ്മൾ എന്തുകൊണ്ടായിട്ടാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്? നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ, പാപികളായിരുന്നപ്പോൾ, നാം അഭക്തരായിരുന്നപ്പോൾ അല്ലേ, ഒന്നിനും കഴിയാത്തവരായി ലോകത്തിന്റെ ഒഴുക്കുകളിലൂടെ ശവത്തെ പോലെ നടന്നവരായിരുന്നു. അതിനെല്ലാം വിടുവിച്ച് നമ്മെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ അല്ല എഫേസ്യ ലേഖനം 1:4 നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനെ അവൻ ലോകസ്ഥാപനത്തിൽ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തല്ലേ. ആ തെരഞ്ഞെടുപ്പാ ആ നല്ല പ്രവൃത്തി ഇപ്പോഴും ദൈവം നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ നമ്മൾക്കൊരു എൻകറേജ്മെന്റ് ആയിരിക്കണം. ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് നല്ല പ്രവൃത്തി ആരംഭിച്ചു, നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മെ തെരഞ്ഞെടുത്തു. അതുപോലെ നല്ല പ്രവൃത്തി കർത്താവ് നമ്മെ തെരഞ്ഞെടുക്കുക. അപ്പൊ നമ്മളും പൗലോസ് കഷ്ടങ്ങളിലിരുന്നപ്പോഴും മറ്റു കഷ്ടങ്ങളിലിരുന്നവരെ ആശ്വസിപ്പിച്ചതുപോലെ
നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മൾ പലർക്കും ആശ്വാസമായി തന്നെ പൗലോസ് ഒന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നവരെ നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നവരെ ആശ്വാസനും കൂട്ടാളിയെന്ന് ആകുന്നു എന്നറിഞ്ഞത് നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. ഞങ്ങൾ കഷ്ടം പെരുകുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസം രക്ഷയ്ക്കുമാകുന്നു, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. അതെല്ലാം നമ്മുടെ കഷ്ടങ്ങളും നമ്മുടെ ആശ്വാസങ്ങളും മറ്റുള്ളവരുടെ ആശ്വാസത്തിന് ആയിത്തീരണം. താഴെ പറയുന്നുണ്ട് കൂട്ടായ്മ, കൃപയിൽ കൂട്ടായ്മ കാണണം, കഷ്ടാനുഭവങ്ങളിൽ കൂട്ടായ്മയുള്ളവരായിരിക്കണം, ആശ്വാസത്തിന് കൂട്ടായ്മയുള്ളവരായിരിക്കണം. അപ്പം ദൈവം നമ്മൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചു. പൗലോസ് കൊരിന്ത്യരോട് പറയുന്ന പോലെ തന്നിലൊരു പ്രവൃത്തിയെ ദൈവം ആരംഭിച്ചെന്ന് പൗലോസ് നല്ലോണം അറിയാം. ആ വിശ്വാസത്തോടെ കൊരിന്ത്യരോടും പറയുന്നു, ദൈവം നിങ്ങളൊരു നല്ല പ്രവൃത്തി ആരംഭിച്ച് കർത്താവിന്റെ നാളത്തേക്കും. അപ്പം പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മോടും ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവം ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു, ക്രിസ്തുവിന്റെ നാളോളം അതിനകത്തേക്കും ഓരോ ദിവസവും അതിനായി പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.